സാധ്യമാക്കുന്നതിനുള്ള വലിയ ഉത്തരവാദിത്തം സാമൂഹ്യനീതി വകുപ്പിനുണ്ട്. നമുക്കറിയാം, ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ വയോജനങ്ങളുടെ ജീവിതം ഒട്ടനവധി വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആധുനിക മുതലാളിത്തത്തിൻ്റെ കാലഘട്ടമാണ്. ഉപയോഗിക്കൂ, വലിച്ചെറിയൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഡിസ്പോസിബിൾ സംസ്കാരമാണ്. യൂസ് ആൻഡ് ത്രോ, അല്ലേ? ചായ കുടിക്കുക, ഗ്ലാസ് വലിച്ചെറിയുക. അങ്ങനെയായിരുന്നോ മുൻകാലങ്ങളിൽ? പേന കൊണ്ട് എഴുതുക, പേന വലിച്ചെറിയുക, അങ്ങനെയാണോ? അല്ല. ഒരു പേന നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ മഷി നിറച്ച് കുറേ കാലം കൊണ്ട് നടക്കും, അല്ലേ? അതുപോലെ കുപ്പിയിലടച്ച് വെള്ളം വാങ്ങുക, കുടിക്കുക, കളയുക, അല്ലേ? ആ മാതിരി മനുഷ്യരെയും അവരുടെ അധ്വാനശേഷി ക്ഷയിക്കുമ്പോൾ വലിച്ചെറിയുന്ന സമീപനമാണ് വികസിത മുതലാളിത്ത കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. മനഃപൂർവ്വമല്ല, ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ, അല്ലെങ്കിൽ എല്ലാവരും ജോലിക്ക് പോകേണ്ടതായി വരുന്ന ആ തിരക്കിനിടയിലൊക്കെ തന്നെ അവഗണിച്ചു പോകുന്നത് നമ്മുടെ വയോജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ്. പല വൃദ്ധജനങ്ങളും തങ്ങളുടെ കുടുംബങ്ങളുടെ ഇരുണ്ട ഏതോ മൂലയിൽ ഏകാന്തതയിൽ ജീവിക്കുന്നവരായിട്ട് മാറുകയാണ്. കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് വഴിതിരിഞ്ഞപ്പോൾ അതിലേറ്റവും പ്രയാസം നേരിട്ടത് നമ്മുടെ വയോജനങ്ങൾക്കാണ്. 4-5 മാസങ്ങൾക്ക് മുൻപാണ് ഒരു അധ്യാപിക സ്വന്തം ഭർത്താവിൻ്റെ മാതാവിനെ തള്ളിയിട്ട ഒരു ദൃശ്യം, അല്ലേ, നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുകയുണ്ടായി. അത് ഒറ്റപ്പെട്ടൊരു സംഭവമൊന്നുമല്ല, ആവർത്തിക്കപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ വയോജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും സംരക്ഷണവും നൽകുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം നിറവേറ്റുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ് സാമൂഹ്യനീതി വകുപ്പ്. അത്തരം അടിയന്തര സന്ദർഭങ്ങളിൽ സാമൂഹ്യനീതി ഓഫീസറുമായി ബന്ധപ്പെട്ടാൽ മെഡിക്കൽ അസിസ്റ്റൻസ് ആണെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻസ്, മറ്റു രീതിയിലുള്ള സഹായങ്ങളാണെങ്കിൽ മറ്റു രീതിയിലുള്ള സഹായങ്ങളെല്ലാം എത്തിക്കാൻ സാമൂഹ്യനീതി ഓഫീസർക്ക് ചുമതലയുണ്ട്. അതിന് ഉള്ള പദ്ധതിയാണ് വയോരക്ഷ എന്ന പദ്ധതി. അതുപോലെ 27 റവന്യൂ ഡിവിഷനുകളിലും മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്നവർ ഇതൊക്കെ കേട്ട് നമ്മളെ വയോജനങ്ങൾക്കൊക്കെ അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 27 ജില്ലകളിലും റവന്യൂ ഡിവിഷൻ ഓഫീസർമാരുടെ അധ്യക്ഷതയിൽ മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അതിനു വേണ്ടുന്ന സ്റ്റാഫിനെയും മറ്റ് ഭൗതിക പശ്ചാത്തലവും എല്ലാം നൽകുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. RDOമാരുടെ അധ്യക്ഷതയിലാണ്. അപ്പൊ ഇത്തരം ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെല്ലാം ഏൽക്കുന്ന സന്ദർഭങ്ങളിൽ വയോജനങ്ങൾക്ക് പരാതി കൊടുക്കുന്നതിനുള്ള സംവിധാനമാണ് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ. നമ്മുടെ രാജ്യത്ത് വയോജന സംരക്ഷണത്തിന് വേണ്ടി പാസ്സാക്കപ്പെട്ടിട്ടുള്ള നിയമമാണ് MWPSC ആക്ട്, മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ വയോജന നയം രൂപീകരിച്ചിട്ടുണ്ട്. അതിനെ ഇപ്പോൾ കാലാനുസാരിയായി പരിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വയോജനങ്ങൾക്കും ആനന്ദഭരിതമായൊരു ജീവിതം ഉറപ്പാക്കുന്ന ഒരു സമൂഹമാണ് മാതൃകാ സമൂഹം. കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ലോകത്ത് ഹാപ്പിനെസ് ഇൻഡെക്സ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്ത് ആണ് ഏറ്റവും മികച്ച വയോജന സംരക്ഷണ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ പോയി സന്ദർശിക്കുകയും അവിടെ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നടപ്പാക്കുന്നത് എന്ന് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മാതൃകയിൽ നമ്മുടെ വയോജന നയം പുതുക്കി എല്ലാ വയോജനങ്ങൾക്കും സംരക്ഷണവും സുരക്ഷയും മനസ്സമാധാനവും ശാന്തിയും ഉറപ്പുകൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സാമൂഹ്യനീതി വകുപ്പ് ആലപ്പുഴ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ഏറ്റവും മാതൃകാപരമായ ഒരു പദ്ധതിയാണ് നിറവേറ്റപ്പെടുന്നത്. അതിന് മുൻകൈയെടുത്ത സാമൂഹ്യനീതി ഓഫീസർ അബീൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ശയ്യാവലംബികളായിട്ടുള്ള വയോജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആരംഭിക്കുന്നത്. അവർക്കുള്ള ഒരു ഹോം, എല്ലാവിധ പരിചരണ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീട്, സ്നേഹ വീട് ആണ് നമ്മളെല്ലാവരും ചേർന്ന് തുറക്കുന്നത്.
നേരത്തെ തന്നെ വയോമിത്രം പദ്ധതിയിലൂടെ എല്ലാ നഗരസഭകളിലും 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലും സാമൂഹ്യനീതി വകുപ്പ് മാതൃകാപരമായ ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. വാതിൽ പടിക്കൽ തന്നെ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനവും മരുന്നുകളും ഒക്കെ എത്തിക്കുന്ന ഒരു പദ്ധതിയാണത്. അത് എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. തീർച്ചയായും അത് വലിയ അനിവാര്യതയാണ്, അല്ലേ? വീടുകളിൽ മരുന്നിന് പോലും മക്കളോട് ചോദിക്കേണ്ടതായി വരുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും നമ്മുടെ വയോജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ശാരീരിക അസ്വസ്ഥതകളിലൊക്കെയുള്ള പരിരക്ഷ അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് വയോമിത്രം പദ്ധതി. അതിൻ്റെ ആഭിമുഖ്യത്തിൽ വയോജന ക്ലബ്ബുകളും വയോജന പാർക്കുകളും എല്ലാം ഉണ്ട്. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി അവരുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന വേദികൾ സൃഷ്ടിക്കാറുണ്ട്. അത്തരം പ്രവർത്തനങ്ങളോടൊപ്പം തന്നെയാണ് അവരെ സംരക്ഷിക്കുന്ന ഹോമുകൾ നമ്മൾ തയ്യാറാക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 16 ഗവൺമെന്റ് ഹോമുകളും 600-ൽ പരം ഗ്രാന്റ് കൊടുക്കുന്നതും കൊടുക്കാത്തതുമായിട്ടുള്ള സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് സംരക്ഷണത്തിനായിട്ട്. അതിൽ വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഹോമുകളുമുണ്ട്. പക്ഷേ ശയ്യാവലംബികൾ ആയിട്ടുള്ള വയോജനങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു ഹോം ആദ്യമായിട്ടാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ സുനാമി പുനരധിവാസത്തിനു വേണ്ടി ഒരുങ്ങി ഇവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം കുറെ കാലം വെറുതെ കിടന്ന പശ്ചാത്തലത്തിലാണ് സാമൂഹ്യനീതി വകുപ്പ് അതിന് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കണം എന്ന് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശയ്യാവലംബികളായിട്ടുള്ള 25 പേരെ ശയ്യാവലംബികളായിട്ടുള്ള 25 വയോജനങ്ങളെയാണ് സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുക്കുന്നത്. അവരുടെ എല്ലാ വിധത്തിലുള്ള പരിരക്ഷയും വകുപ്പിനുണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിന്റെ മുദ്രാവാക്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ. അതാണ്, തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ. ആരും ഈ ഭൂമിയിൽ തനിച്ചാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സാമൂഹ്യനീതി വകുപ്പ് നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും നമ്മുടെ വയോജനങ്ങളുടെ കാര്യത്തിലാണ് പ്രസക്തമാകുന്നത്. അവര് ഒരിക്കലും ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. അവരുടെ കൂട്ടായ സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തമാണത്. സമൂഹത്തിലെ സന്നദ്ധ സംഘടനകളും സുമനസ്സുകളായ വ്യക്തികളും സർക്കാരും എല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് സമ്പൂർണമായിട്ടുള്ള വയോജന പുനരധിവാസം സാധ്യമാക്കേണ്ടത്. വ്യത്യസ്തങ്ങളായ പദ്ധതികൾ വയോജന പുനരധിവാസ മേഖലയിൽ നടപ്പാക്കുന്നുണ്ട് നമ്മുടെ വകുപ്പ്. ഇപ്പോൾ വയസ്സാവുമ്പോൾ പല്ലൊക്കെ കൊഴിഞ്ഞു പോവില്ലേ, അതിന് പകരം കൃത്രിമ ദന്തനിര വയ്ക്കുന്നതിനുള്ള പദ്ധതി പോലും ഉണ്ട്. മന്ദഹാസം എന്നാണ് അതിൻ്റെ പേര്, മന്ദഹാസം ചിരിക്കുക. അതുപോലെ ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന പ്രമേഹ രോഗികൾക്കായിട്ടുള്ള ഗ്ലൂക്കോമീറ്ററും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്യുന്ന പദ്ധതി വയോമധുരം, അതും നമ്മൾ നടപ്പാക്കുന്നുണ്ട്. ഏറ്റവും പുതിയതായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. അതായത് വയസ്സാവുമ്പോൾ ഓർമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, മേധാക്ഷയം എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ഡിമെൻഷ്യ കേട്ടിട്ടില്ലേ? ഡിമെൻഷ്യ. അപ്പോൾ ഡിമെൻഷ്യ ബാധിതരൊക്കെ ആയിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള മറവി രോഗങ്ങൾ അനുഭവപ്പെടുന്നവർക്കുള്ള സമ്പൂർണ്ണ പുനരധിവാസത്തിന് മെമ്മറി ക്ലിനിക്കുകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടുപോകുന്ന പദ്ധതിയുടെ പേരാണ് ഓർമ്മത്തോണി. ഓർമ്മത്തോണി പദ്ധതി ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിലാണ് നടപ്പാക്കുന്നത്. അടുത്ത വർഷം മുതൽ എല്ലാ പഞ്ചായത്തുകളിലും അത് നടപ്പാക്കും. വയസ്സാവുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഓർമ്മയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലേ? അതുപോലെ ഉടനെ തന്നെ നമ്മൾ നടപ്പാക്കാൻ പോകുന്ന മറ്റൊരു പദ്ധതിയെക്കുറിച്ച് കൂടി സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. അതാണ് വയോജന കമ്മീഷൻ. നമുക്ക് വനിതാ കമ്മീഷൻ ഉണ്ട്, യുവജന കമ്മീഷൻ ഉണ്ട്, അല്ലേ? പക്ഷേ നമുക്ക് വയോജനങ്ങൾക്കായിട്ടൊരു കമ്മീഷൻ ഇല്ല. വയോജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ ഉന്നമനവും പുരോഗതിയും ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതികളുടെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ സഹായകരമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളും പിന്തുണാ സംവിധാനങ്ങളും ഒക്കെ ആയിട്ടാണ് വയോജന കമ്മീഷൻ വിഭാവനം ചെയ്യുന്നത്.
ഇന്നത്തെ കാലത്ത് വയോജനങ്ങൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ പോലും ഏറ്റുവാങ്ങേണ്ടി വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു വയോജന കമ്മീഷൻ വേണമെന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട് ബില്ല് അവതരിപ്പിക്കും, നിയമമാക്കി മാറ്റും. അതിന് വയോജന കമ്മീഷൻ നമ്മുടെ നാട്ടിൽ നിലവിൽ വരും. അതുപോലെ പെയ്ഡ് ഹോമുകൾ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വയോജനങ്ങളെയും തീർത്തും സൗജന്യമായി ഏറ്റെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി സാമൂഹ്യനീതി വകുപ്പിനില്ല. അപ്പോ സമ്പത്തുള്ളവർക്കും ഇപ്പോ വലിയ അരക്ഷിതാവസ്ഥയാണ് കുടുംബങ്ങളിൽ എന്നുള്ളത് കൊണ്ട് അവർക്ക് പേ ചെയ്ത് താമസിക്കാൻ കഴിയുന്ന കുടുംബങ്ങളും ഹോമുകളും നടത്തുന്നത് സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇവരെല്ലാം വയോജനങ്ങളുടെ കാര്യം പറയുന്നത്? വയോജനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയ പരിഗണന കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അടുത്ത 2030 ആകുമ്പോഴേക്കും 25% ജനസംഖ്യയിൽ വയോജനങ്ങളാവും. നമ്മുടെ രോഗാതുരതയും നമ്മുടെ മരണനിരക്ക് ഒക്കെ തന്നെ വളരെ ദീർഘിച്ച് അല്ലേ, ആയുർദൈർഘ്യം വർദ്ധിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണ്. കാരണം നല്ല ചികിത്സ കിട്ടുന്ന ആശുപത്രികളും മരുന്നുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമായിട്ടാണ് കേരള സംസ്ഥാനം അറിയപ്പെടുന്നത്. ആരോഗ്യപരമായ അവബോധം കൂടുതലാണ്. സൗഖ്യം നിറഞ്ഞൊരു ജീവിതം എല്ലാവർക്കും കൊടുക്കാനുള്ള പരിശ്രമമുണ്ട്. അതുകൊണ്ട് വയോജനങ്ങളുടെ എണ്ണം പെരുകി വരാണ്. 2030 ആകുമ്പോഴേക്കും 25% ജനസംഖ്യയിൽ വയോജനങ്ങളാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും സംരക്ഷണവും ഉറപ്പാക്കാൻ സാമൂഹ്യനീതി വകുപ്പ് സന്നദ്ധമാണ്. അതിൽ പ്രതിജ്ഞാബദ്ധതയുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇവിടെ 25 ശയ്യാവലംബികളായിട്ടുള്ള വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പുനരധിവാസ ഹോം നമ്മൾ സ്ഥാപിക്കുന്നത്. സാന്ത്വന തീരം എന്നാണ് അതിന് പേര് നൽകിയിട്ടുള്ളത്. നിങ്ങളേവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് സാന്ത്വന തീരം എന്ന ഈ സ്നേഹഭവനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഏറ്റവും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വളരെ സന്തോഷകരമായൊരു കാര്യം, കുറച്ചു നാളും കൂടി കഴിയുമ്പോൾ വീണ്ടും നമ്മളെല്ലാവരും കണ്ടുമുട്ടേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായൊരു ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പിന് സ്വന്തമായൊരു കെട്ടിടം പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമൊക്കെ ചെയ്തു. അതിന് 1,62,00,000 രൂപയാണ് നിർമ്മാണ ചെലവ്. അപ്പോൾ നല്ല ഒരു മന്ദിരമായിരിക്കും സാമൂഹ്യനീതി വകുപ്പിന് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകുക. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാമൂഹ്യനീതി ഓഫീസറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയിൽ വെച്ചാണ് നമ്മൾ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമൊക്കെ നടത്തിയത്. അത് ഈ സമൂഹത്തിലെ സങ്കടങ്ങളും വിഷമങ്ങളുമുള്ള മുഴുവൻ ആളുകളുടെയും അത്താണിയായി മാറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സമൂഹത്തിൽ ഒന്നാമത് പരിഗണന കൊടുക്കേണ്ട വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ് തുടങ്ങി അരികുവൽക്കരിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടി സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് 1,60,00,000 രൂപ ചെലവിൽ ഈ കെട്ടിടം പണി തയ്യാറാകുന്നത്. നമുക്ക് അത് ഈ സമൂഹത്തിൽ കണ്ണീരിൽ ആരും ജീവിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിൻലൻഡിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഹാപ്പിനെസ് ഇൻഡെക്സിലേക്ക് നമ്മുടെ കൊച്ചു കേരളം വളരണമെന്നുണ്ടെങ്കിൽ വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ഒക്കെ ജീവിതത്തിൽ പ്രത്യാശ നിറയുന്ന രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അവയെല്ലാം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ നല്ലൊരു ഓഫീസ് സജ്ജമാകുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഓഫീസ് സംവിധാനമായിരിക്കും അത് പണി പൂർത്തീകരിക്കുമ്പോൾ. സാമൂഹ്യനീതി വകുപ്പ് ആലപ്പുഴ ജില്ലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ ജില്ലയെ അതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. മാതൃകാപരമായിട്ടാണ് സാമൂഹ്യനീതി ഓഫീസർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇന്ന് നമ്മുടെ ഈ പദ്ധതി നമുക്ക് നടപ്പാക്കാനാകുന്നത്. ഇതിനുവേണ്ടി ഇവിടെ കൈകോർത്ത് പിടിച്ച ഏവരെയും, അതുപോലെ ഈ വെയിലത്തും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് എത്തിച്ചേർന്ന സുമനസ്സുകളായ എല്ലാ നാട്ടുകാരെയും സാമൂഹ്യനീതി വകുപ്പിനു വേണ്ടി ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.